ഇനി ഉള്ള മെഡിക്കൽ കോളേജസിൽ പോലും ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കുള്ള പ്രൊപ്പോർഷണൽ ആയിട്ടല്ല ഇപ്പോൾ ഉള്ള ഫാക്കൽറ്റി ഉള്ളത്. സ്റ്റാഫ് ഇപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയകൾ കൂടെ ഞങ്ങൾ മുടക്കിയിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ പിന്തുടർന്നാൽ ഏത് അവസ്ഥയിലോട്ട് വരെ പോകും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നടത്തിവരുന്ന സമര പോരാട്ടം ദിനംപ്രതി വലിയ രീതിയിൽ ശക്തി ആർജിക്കുകയാണ്. ദിവസങ്ങളായി OP ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികളാണ് നടത്തിവരുന്നത്. സമരത്തിന്റെ രൂപവും ഭാവവും നിലവിൽ മാറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സമര പോരാട്ടം നടക്കുന്നത്. ഈ ഒരു സമരത്തിൽ വിദ്യാർത്ഥികളും സമരത്തിനൊപ്പം ഭാഗമാവുകയാണ്. OP ബഹിഷ്കരണത്തിലൂടെ തുടങ്ങിയ സമരത്തിന്റെ രൂപം മാറിക്കൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ഡോക്ടർമാർ. നിലവിലുള്ള സമര രീതി എന്നാൽ ശസ്ത്രക്രിയകൾ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ശക്തമായ സമര പോരാട്ടത്തിനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നേതൃത്വം നൽകുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം ദിനംപ്രതി കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന്റെ രൂപം മാറുന്നു. നമ്മളോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടേഴ്സ് കൂടെയുണ്ട്. എന്തായാലും കുറച്ചധികം കാലമായി നിങ്ങൾ തുടരുകയാണല്ലോ ഒരു സമരം. എന്തെല്ലാമാണ് നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രധാനമായിട്ടും ഇഷ്യൂസ് പലതരത്തിലുണ്ട്. അതിൽ പ്രധാനമായൊരു ഇഷ്യൂ ഇതായിട്ട് കിടക്കുന്നത്, അതായത് നമുക്ക് ഇതുവരെ കിട്ടാതെ പോയിട്ടുള്ള നമ്മുടെ ശമ്പള കുടിശ്ശിക എന്നുള്ള ഇഷ്യൂ അവിടെ ഉണ്ട്. അത് കൂടാതെ നമുക്കിവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പല കോളേജസിനും പല രൂപത്തിലാണ് കിടക്കുന്നത്. പുതുതായിട്ട് പണിത് കോളേജസ് ചിലപ്പോൾ കെട്ടിടങ്ങൾ വളരെ വലിയ രീതിയിൽ പണിതിട്ടുണ്ടാവും. പക്ഷെ അതേസമയം അവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല. പലപ്പോഴായിട്ടും കുറച്ച് ബാച്ചായിട്ട് പലവരെയും പല ഫാക്കൽറ്റി ആണെങ്കിലും ശരി മറ്റ് സ്റ്റാഫിനാണെങ്കിലും ശരി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് 1, 2, 3 മാസത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. തസ്തികകൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടും വേണ്ട രീതിയിലുള്ള ആവശ്യത്തിനുള്ള തസ്തികകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉള്ള മെഡിക്കൽ കോളേജസിൽ പോലും ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കുള്ള പ്രൊപ്പോർഷണൽ ആയിട്ടല്ല ഇപ്പോൾ ഉള്ള ഫാക്കൽറ്റി ഉള്ളത്, സ്റ്റാഫ് ഉള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ പലയിടത്തും ഒരു യൂണിറ്റിൽ 1, 2 പേരാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ പേഷ്യന്റ് ലോഡിനെ ഹാൻഡിൽ ചെയ്യാവുന്ന രൂപത്തിലുള്ള ഡോക്ടേഴ്സ് നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ സ്റ്റാഫ് ഇല്ല. ഉള്ള സ്റ്റാഫിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവശ്യമില്ല. ഉള്ള ഡോക്ടേഴ്സിന് ശരിയായ രൂപത്തിൽ ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പള കുടിശ്ശിക ബാക്കി കിടക്കുന്നുണ്ട്. അത് കിട്ടും എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഇതുവരെ അതിനൊരു ഉറപ്പ് വ്യക്തമായിട്ട് വന്നിട്ടില്ല. എപ്പോഴത്തേക്ക് കിട്ടും എന്നുള്ളത്, കിട്ടുമോ എന്നുള്ളതിനും വ്യക്തമായ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ജൂലൈ 1 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ സമരം സ്റ്റെപ്പായിട്ട്, അതായത് ഓരോ പടിപടിയായിട്ട് നമ്മൾ അതിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവന്നത്. കഴിഞ്ഞ ഏതാനും കുറച്ച് ആഴ്ചകളായിട്ടാണ് ഇത്ര ശക്തമായ പ്രതിഷേധം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഇത് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ടും അവിടെ നിരാഹാര സമരം, റിലേ നിരാഹാര സമരം എന്നുള്ള രൂപത്തിൽ അവിടെ പ്രതിഷേധം അവിടെയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ കണ്ടിന്യൂ ചെയ്യുന്ന സമരം നിങ്ങൾക്കറിയാം, കുറെ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കാരണം ഞങ്ങൾക്ക് ശമ്പള കുടിശ്ശികയുടെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല. ഓർഡർ വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ ഓർഡർ വന്നിട്ടില്ല. കൂടാതെ പല അവകാശങ്ങളുണ്ട്, അതെപ്പോഴും പറഞ്ഞു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമ്മൾ എങ്ങനെ സമരം മുമ്പോട്ട് പോകാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മൾ OP ബഹിഷ്കരണം, അക്കാദമിക് ബോയ്ക്കോട്ട്, കൂടാതെ നമ്മളുടെ എലക്ടീവ് സർജറീസ്, അതായത് നമ്മൾ സർജറി നേരത്തെ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം കണ്ട് പേഷ്യനെ നോക്കി അനസ്തേഷ്യക്കാരും കണ്ട് സർജറി ഒരു ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റ് നടത്തേണ്ട അങ്ങനെയുള്ള ശസ്ത്രക്രിയകളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എമർജൻസി സർവീസുകളെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രോഗികൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ OP ബഹിഷ്കരണം ഉണ്ടെങ്കിൽ അവിടെ ജൂനിയർ ഡോക്ടേഴ്സാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗവൺമെന്റ് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഇതെല്ലാം മുൻകൂട്ടി നേരത്തെ അറിയിച്ചിട്ടുണ്ട്, മാസങ്ങൾക്ക് മുമ്പേ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയകൾ കൂടെ ഞങ്ങൾ മുടക്കിയിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ പിന്തുടർന്നാൽ ഏത് അവസ്ഥയിലോട്ട് വരെ പോകും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ കാണാം, ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഒരു അവസ്ഥ. അവർക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് പോലും ഇല്ല. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യത്തിന്റെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇതേ ഒരു അവസ്ഥയാണ് കോന്നിയിലും അതേപോലെ കാസർഗോഡും ഇപ്പൊ തുടരാൻ ആലോചിക്കുന്നതെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് നമ്മൾ എതിർക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ കോളേജ് യൂണിയന്റെ പേരിൽ നമ്മുടെ ഡോക്ടേഴ്സിന് പൂർണ്ണ പിന്തുണ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.